ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു എഗ് മസാല റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മുട്ട മാത്രമാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റുള്ള ഒരെണ്ണമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് മൂത്ത് എടുക്കണം. നമ്മൾ എണ്ണയിലോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആവശ്യത്തിന് സവാള, ഞാനിപ്പം ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 മുട്ടയാണ് ചെറിയൊരു സവാള എടുത്ത് പിന്നെ ഉപ്പിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് 2 മുട്ട ഞാനിവിടെ ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള നല്ലവണ്ണം അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് നല്ല സവാള വഴഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ആഡ് എടുക്കുക. തക്കാളി ആഡ് ചെയ്തില്ലെങ്കിലും സീനില്ല, ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് ആഡാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സവാളയും തക്കാളിയെല്ലാം നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലിട്ട് മസാലയൊക്കെ ഇടണം. എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ കയ്യിൽ നിന്ന് മുളക് പൊടി ഒന്ന് തട്ടി ഇച്ചിരി അതിനകത്തോടൊന്ന് വേണം, ബാക്കിയെല്ലാം ഞാൻ കോരി എടുത്തായിരുന്നു. ഇച്ചിരി അധികമായിപ്പോയി. അപ്പോൾ ഇത്രയും മുളക് പൊടി ഇടണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള മസാലാസ് ഇടണ്ട. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ പച്ചമണമൊക്കെ, മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം. അതിനിടെ നമുക്കിങ്ങനെ പരത്തി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മുട്ട നല്ലവണ്ണം ഒരു ദോശയൊക്കെ കണക്ക് നല്ലവണ്ണം ആക്കിയെടുക്കണം. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. എൻ്റെ തിരിച്ചിട്ടപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി. അങ്ങനെ തിരിച്ചിട്ട് എൻ്റെ സാധനം ഇവിടെ റെഡിയാക്കി ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂട് ആവി പറക്കുന്ന ചോറും ഈ ഒരു മുട്ട മസാലയും മതി നമുക്ക് ചോറ് തിന്നാൻ വേണ്ടി. ഞാൻ ഇതും കൂട്ടി മാത്രമാണ് ചോറ് തിന്നത്. നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. മുളക് പൊടി കൂടിയെങ്കിലും അധികം സീനില്ലായിരുന്നു. ഞാൻ കുറേ കോരി മാറ്റാൻ അധികം സീനില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.